ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സ്റ്റേറ്റ് ക്യാമ്പിൻ്റെ 2ാം ദിനം ആദ്യ സെഷനിൽ നമുക്കൊരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വന്ദനങ്ങളും കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ചായിരുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയ അനുഗ്രഹമായിരുന്നു. ഇന്ന് പകലിലും നടക്കുന്ന ഓരോ സെഷനിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കർത്താവിൻ്റെ ഇടപെടലുകളും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രാവിലെ സമയത്ത് അല്പസമയം തിരുവചനം മുമ്പാകെ ആയിരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ YP-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ ജെറാൾഡ്, സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ മാത്യു ബേബി, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ഡെന്നീസ് വർഗീസ്, സ്റ്റേറ്റ് ബോർഡിലെ എൻ്റെ കൂട്ടുപ്രവർത്തകരായ എല്ലാ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ റിജിറ്റി രാജു അവറുകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, നേതൃത്വത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വാക്കിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് എല്ലാ സ്തുതിയും സ്തോത്രം ബഹുമാനവും ആരാധനയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ചില മിനിറ്റുകൾ ഒരുമിച്ച് നമ്മൾ ചോദിക്കുകയാണ്. കർത്താവ് ഈ പകൽ നമ്മളോട് ഇടപെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. നാം അറിയുന്ന പോലെ ഈ കാലഘട്ടത്തെ നമുക്ക് യുവജനങ്ങളുടെ കാലഘട്ടം അല്ലെങ്കിൽ ഇറ ഓഫ് യൂത്ത് എന്ന് നമുക്ക് വിളിക്കാം. യുവജനങ്ങളുടെ മേൽ വലിയ പ്രതീക്ഷകൾ സമൂഹത്തിനുള്ള ഒരു കാലത്തിലാണ് നാം വന്നിരിക്കുന്നത്. കൗമാരക്കാരായ ബില്യനേഴ്സ് ഇന്ന് ഭൂമിയിലുണ്ട്. കൗമാരപ്രായം കൊണ്ട് തന്നെ മൾട്ടി മില്യനേഴ്സായ അനേകര് നമ്മെ ഉള്ളതായി നമുക്കറിയാൻ പറ്റും. യങ് മോഡൽസിനെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, 21കാരി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന അല്ലെങ്കിൽ മേയർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. 22കാരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UDFന്റെ സാധാരണ യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹമാണ് UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. 55-60% യുവാക്കൾക്കാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് യുവജനങ്ങളുടെ ഒരു കാലമാണ്. യുവജനങ്ങളെ പ്രതീക്ഷയോടെ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് പകൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ, 21കാരിക്ക് തിരുവനന്തപുരത്തിന്റെ മേയറാകാൻ പറ്റുമെങ്കിൽ, 25കാരിക്ക് നിയമസഭാംഗമായി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ, ദൈവസഭയിലെ യുവജനങ്ങൾക്ക് അതിലും അധികമായത് ചെയ്യാൻ പറ്റും. കാരണം അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. എത്ര പകൽ ഇന്ന് പകൽ എന്നോട് കൂടെ നമ്മ വിശ്വസിച്ചൊന്ന് സ്തോത്രം പറഞ്ഞ് എത്ര യൂത്ത്സ് ഉണ്ട്. നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ പറ്റും. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. കേവലം ഒരു താലന്ത് പരിശോധനയുടെ, കേവലം ഒരു ക്യാമ്പിലെ അറ്റൻഡൻസിന്റെ അപ്പുറത്ത് ഈ ചെറുപ്രായത്തിൽ തന്നെ, നിങ്ങളുടെ ഈ കൗമാരപ്രായത്തിൽ തന്നെ, നിങ്ങളുടെ ഈ യൗവനകാലത്ത് തന്നെ യേശുവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുപ്പിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. നമ്മുടെ ഈ ക്യാമ്പിന് അനുഗ്രഹീതമായ ഒരു തീം കർത്താവിന്റെ ദാസന്മാർ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഡിസൈഡിങ് നോട്ട് ടു ഡിഫൈൻ. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില സന്ദേശങ്ങൾ ഇന്നലെ നാം കേൾക്കാനിടയായി തീർന്നു. ഇന്ന് പകലിൽ അതിനോട് ചേർന്ന് ചില കാര്യം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഒത്തിരി തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തവരാ അല്ലെ? ചെറുപ്രായം മുതൽ തന്നെ നല്ല പ്രതീക്ഷകളോടെ ഒത്തിരി തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തവരാണ്. പക്ഷെ ഇന്ന് പകൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനകത്തും നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സ്കൂൾ ജീവിതത്തോട് അല്ലെങ്കിൽ യൗവനകാലത്തോട്
ആത്മീയ ജീവിതത്തോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി തീരുമാനം എടുക്കാറുണ്ട്. ഒത്തിരി ക്യാമ്പുകളിൽ നമ്മൾ തീരുമാനം എടുത്താ പോയത് അല്ലേ? 2019 ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ എത്ര തീരുമാനം എടുത്താ നമ്മൾ പോയേ? 20 ക്യാമ്പ് നടന്നില്ല. 21 ക്യാമ്പിൽ മടങ്ങി വരുമ്പോൾ ആ തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അപ്പൊ തീരുമാനങ്ങളിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻസ്റ്റെബിലിറ്റിയാണ്. ഇൻസ്റ്റെബിലിറ്റി, അസ്ഥിരതയാണ്. സ്ഥിരതയോടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, ആമേൻ, എങ്ങനെ നമുക്ക് ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്ന് സ്റ്റെബിലിറ്റിയിലേക്ക്, അസ്ഥിരതയിൽ നിന്ന് സ്ഥിരതയിലേക്ക് ചേഞ്ച് ആകാൻ പറ്റും. ഞാൻ ഈ സന്ദേശം വളരെ കുറച്ച് സമയമാണ് എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം നമ്മളൊക്കെ കർത്താവിന് വേണ്ടി സ്ഥിരതയോടെ നിൽക്കുന്ന, കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്ന, കർത്താവുമായുള്ള ആഴമായ ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന, സ്ഥിരതയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി ഞാനും നിങ്ങൾ മാറണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, 3 കാര്യങ്ങൾ മാത്രം ഇന്ന് പകൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിലേക്ക് കയറുക. ഇൻസ്റ്റബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ പുതിയ നിയമത്തിൽ നിന്ന് അതിൽ നിന്ന് ഒരാളെ ഉദാഹരണമായിട്ട് പറയാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന കഥാപാത്രം ആരായിരിക്കാം? ഈ അസ്ഥിരത. ഓക്കെ, മോളത് പറഞ്ഞു അല്ലേ? ആദ്യം നമ്മുടെ മനസ്സിൽ കയറി വരുന്ന കഥാപാത്രം, ബോയ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗേൾസ് പറഞ്ഞു, ഇവിടുന്ന് ഒരാൾ പറഞ്ഞു അല്ലേ? ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കഥാപാത്രം പത്രോസാണ്, പീറ്ററാണ്. ഒരുപക്ഷെ ഒരു ദിവസത്തിൽ തീരുമാനങ്ങളുടെ മൗണ്ടൻസ് കയറുന്ന ഒരു പത്രോസ്, പിറ്റേന്ന് അതിലും വേഗത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പത്രോസ് നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ഈ പത്രോസിനെ നമ്മുടെ കർത്താവ് സ്ഥിരതയുള്ള ധീരനായ ഒരു കർത്തദാസനാക്കി മാറ്റി, അപ്പോസ്തലനാക്കി മാറ്റി. ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് പത്രോസ് വന്നത്? നമുക്കറിയാം, പത്രോസ് ഒരിക്കൽ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോ എല്ലാം വിട്ട്, ഇവൻ സ്വന്തം അപ്പനെയും കൂടെ വിട്ട് കർത്താവിനെ അനുഗമിച്ചതാണ്. പടകും വലയും കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാം വിട്ട് ഇറങ്ങിയതാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, കർത്താവേ, പടകും വല എല്ലാം വിട്ട് ഞാൻ ഇറങ്ങിയതാ, എനിക്ക് എന്ത് കിട്ടും? ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തു. ചില മണിക്കൂർ കഴിയുമ്പോൾ മുമ്പ് തന്നെ കർത്താവ് അവനെ നോക്കി പറയുന്നു, സാത്താനെ, എന്നെ വിട്ട് പോ. ഒരു ദിവസം കർത്താവിനോട് പറയുക, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ അനുഗമിക്കുക, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. നമുക്കറിയാം, ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു പത്രോസിനെ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ആത്മീയ ജീവിതം പലപ്പോഴും മുൻപോട്ട് പോകുന്നേ? അതിൻ്റെ ഒന്നാമത്തെ, ഞാൻ ആ കാരണങ്ങളെ കുറിച്ച് പറയുന്നില്ല, അതിന് ഒന്നാമത്തെ കാരണം നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 2021 തീരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാട്ട് എഴുതാൻ കഴിവുള്ളവരില്ലേ ഇതിനകത്ത്? നിങ്ങൾ തീരുമാനിച്ചോ ഈ വർഷം എൻ്റെതായ ഒരു പാട്ട് പുറത്തിറങ്ങി വരുമെന്ന്? നിങ്ങൾക്ക് കഥ എഴുതാൻ കഴിവുള്ള കുഞ്ഞുങ്ങളില്ലേ? ഈ വർഷം എൻ്റെ ഒരു കഥ പബ്ലിഷ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പൊ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഗോൾ സെറ്റിംഗ് ഉണ്ടാകണം. അത് ജീവിതത്തിന്റെ അധ്യാപകർ ചോദിക്കുമ്പോൾ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്ന് പറയുന്നതിന് മുമ്പ് ഓരോ മാസവും ഓരോ വർഷവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്താൽ ഇന്നിന്ന കാര്യങ്ങൾ നടക്കണമെന്ന് അമ്മ തീരുമാനിച്ചു പോകുന്നവരിലൂടെയാണ് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്.
ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളില്ലേ? ഒരുപക്ഷെ ആരോടും പങ്കുവെച്ചിട്ടില്ലായിരിക്കാം. കർത്താവിനോടുള്ള ബന്ധത്തിൽ, പഠനത്തോടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെങ്കിൽ ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങൾ ഇത്രാം തീയതിക്ക് മുമ്പ്, ഇന്ന ഡേറ്റിന് മുമ്പ് ഞാനത് പൂർത്തീകരിക്കും, ഞാനത് ചെയ്ത് തീർക്കും, ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കും, ഞാനത് എഴുതി പൂർത്തീകരിക്കുമെന്ന ഒരു തീരുമാനത്തോടെ ഈ ക്യാമ്പ് വിട്ടു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധിക്കണേ, ചിന്തയിലേക്ക് മടങ്ങി വരിക. അപ്പൊ ഈ പത്രോസിനെ ഒരു സ്ഥിരതയുള്ളവനാക്കി, സ്റ്റെബിലിറ്റി ഉള്ളവനാക്കി മാറ്റാൻ കർത്താവ് അവനോട് ചോദിച്ചൊരു 3 ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. അത് പത്രോസിനോടായിട്ട് ചോദിച്ചതല്ല, എല്ലാവരോടും ചോദിച്ചാൽ ആൻസർ പറഞ്ഞ് പത്രോസ. ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആരാ? ഹു ആയാ അല്ലെ ഹു ആമായി? അതിന് പത്രോസ് കൊടുക്കുന്ന മറുപടി നമുക്ക് എല്ലാവർക്കും എന്താ എന്ന് പറഞ്ഞേ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താ? പറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാവ് അത്രേ നിനക്കിത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ കർത്താവ് ചോദിച്ച ചോദ്യത്തെ ഇങ്ങനൊന്നും മാറ്റുക. കർത്താവ് ചോദിച്ചതിന്റെ അർത്ഥം, കർത്താവ് കൊടുത്ത ആ റിപ്ലൈ അനുസരിച്ച് പത്രോസ് ഞാൻ ആരാണെന്നുള്ളതിനേക്കാൾ ഉപരി, പീറ്റർ, ഹൗ ഡു യു നോ ഹു ഐ ആം? നീ എങ്ങനെ അറിഞ്ഞത് ഞാൻ ആരാണ്? മനസ്സിലായോ? അപ്പൊ ഇന്ന് ഈ പകലിൽ ആ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്, യേശു ആരാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഹൗ ഡു യു നോ ഹു ഐ ആം? പത്രോസിനോട് പറയാ, യു ആർ ബ്ലസ്ഡ്, നീ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവനാ. കാരണം എന്താ? നീ ഇത് അറിഞ്ഞത് ഒരു മാനുഷിക തലത്തിലല്ല, ദൈവം നിനക്കിത് വെളിപ്പെടുത്തി തന്നതാ. ഞാൻ ഈ ക്യാമ്പിൽ വന്ന എൻ്റെ വാത്സല്യ കൊച്ചു സഹോദരങ്ങളോട് എല്ലാവരോടുമായി ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞത് എങ്ങനാ? നിങ്ങളുടെ ആത്മാവിൽ യേശുവിനെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? യേശുവിനെ ആത്മാവിൽ കണ്ടവർ എത്ര പേരുണ്ട്? ഞാൻ അതിൻ്റെ തിയോളജിക്കൽ വശങ്ങളിലേക്ക് പോകാതെ ഒരു ചെറിയ സന്ദേശം മാത്രമായി ഇത് ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നടന്ന സംഭവം പറയാം. എന്നോട് പറഞ്ഞത് ഈ വ്യക്തികളുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവാണ്. ഒരു 5 വയസ്സുകാരൻ കുഞ്ഞ്, 5 വയസ്സ് മാത്രമേ ഉള്ളൂ. അവനൊരു മാരക രോഗം പിടിച്ചു. അവന് മരണത്തിലേക്ക് പോവുക. അവൻ മരിക്കുമെന്ന് അവൻ്റെ അപ്പന് ഏകദേശമൊക്കെ ഉറപ്പായി. 5 വയസ്സ് മാത്രമുള്ള വളരെ മിടുക്കനായ ഒരു കുഞ്ഞായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവൻ്റെ ഡാഡിയെയാണ്. അവൻ മരിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോ വളരെ ഹൃദയം തകർന്ന് അവൻ്റെ പപ്പ അവനെ തോളിലെടുത്തു. മുറിക്കകത്തോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. തൻ്റെ കുഞ്ഞിന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളെന്ന് ആ പിതാവിന് മനസ്സിലായി. താൻ തകർന്ന ഹൃദയത്തോടെ ആ പിതാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, ഇവന്റെ മരണസമയം ആയോ എന്ന് അറിയാൻ വേണ്ടിയാ. മോന് ഏഞ്ചൽസിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ കുഞ്ഞു പറഞ്ഞു, യെസ് പപ്പ, അയക്കാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിതാവിന് മനസ്സിലായി തൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ ദൂതന്മാർ വന്ന് നിൽക്കുക. ആ പിതാവിൻ്റെ മനസ്സൊത്തിരി തകർന്നു. അല്പസമയം കഴിഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് ആ പിതാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, ജീസസിനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ കുഞ്ഞ് പറഞ്ഞു, യെസ് പപ്പ, അയക്കാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ പിതാവ് ആ കുഞ്ഞിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, മോനെ, പപ്പായിക്ക് യേശുപ്പത്തിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഞ്ഞ് ഒരു കാര്യം ചെയ്യേ, മോനെ യേശുപ്പത്തിനെ കാണാമല്ലോ, യേശുപ്പത്തിനോട് ഒന്ന് ചോദിച്ചേ, പപ്പാടെ അടുത്തോട്ട് മോനെ ഒന്ന് മടക്കി വിടാവോ? ആ കുഞ്ഞു കൊടുത്ത മറുപടി, നോ പപ്പ, ഐ വാണ്ട് ടു ഗോ വിത്ത് ജീസസ്. ഈ ഭൂമിയിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന അപ്പന്റെ തോളിൽ കിടന്നുകൊണ്ട് ഒരു 5 വയസ്സുകാരൻ
എനിക്ക് അപ്പനെ വേണ്ട, യേശു അപ്പച്ചനെ മതി എന്ന് പറയുന്നെങ്കിൽ അവൻ യേശുവിനെ കണ്ടത് ബുദ്ധിക്കകത്തല്ല, യേശുവിനെ കണ്ടത് ഹൃദയത്തിനകത്ത് ആത്മാവ് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശു അപ്പച്ചനെ അറിഞ്ഞതെങ്ങനാ? യേശുവിനെ അറിഞ്ഞതെങ്ങനാ? നിങ്ങളുടെ ആത്മാവിൽ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആത്മാവിൽ നിങ്ങൾ അവനെ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവൻ ആത്മാവിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാൽ, സ്കൂൾ മുഴുവനും നിങ്ങൾക്കെതിരായാൽ, കോളേജ് മുഴുവൻ നിങ്ങൾക്കെതിരായാൽ, നിങ്ങൾ വിളിച്ചു പറയും എനിക്ക് യേശുവിനെ മതി. ഇന്ന് പകൽ കർത്താവ് ചോദിക്കുന്നു, ഹൗ ഡു യു നോ? നീ എങ്ങനെ യേശുവിനെ അറിഞ്ഞത്? വേദപുസ്തകത്തിലൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. മുൾമുടി ആഞ്ഞടിച്ച് യേശു തലയൊക്കെ പൊട്ടി ചോര ഒഴുകി രക്തം ഒഴുകി കിടക്കുക. അവന്റെ മുഖത്തെ രോമം എല്ലാം വലിച്ചു പറിയപ്പെട്ടില്ലേ? വേദപണ്ഡിതന്മാരൊക്കെ ചരിത്രകാരന്മാർ പറയുന്ന രോമം വലിച്ചു പറിച്ചപ്പം ആ കവിളൊക്കെ പറഞ്ഞു പോയെന്നാ, പല്ലൊക്കെ കാണാതിരുന്ന. അവന്റെ പുറ ഒഴിവുചാല് പോലെ കീറിയെന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അവനെ കുറിച്ച് പറയാൻ കണ്ടാൽ ആളല്ല, ഒരു മാംസകഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ പലർക്കും തോന്നിയേ. പക്ഷെ ആ യേശുവിന്റെ മുഖത്തോട് നോക്കിയിട്ട് ഒരാൾ പറയുക, യു ആർ ദ കിങ്, നീ രാജാവാ. അവന് രോഗസൗഖ്യമൊന്നും കിട്ടിയില്ല. അവന്റെ കുടുംബമൊന്നും ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ, അതോ ഒരു പ്രതീക്ഷയുമില്ലാതെ മരിക്കാൻ പോകുന്ന, മിനിറ്റുകൾ കഴിയുമ്പോൾ ലോകത്തിൽ മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട്, നീ എൻ്റെ രാജാവാ, നീ രാജ്യത്വം പ്രാപിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് യേശുവിന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അവൻ യേശുവിനെ കണ്ടത് ബുദ്ധി കൊണ്ടല്ല, കണ്ണുകൾ കൊണ്ടല്ല. ഓ ശാലവനഗതന. അങ്ങനെ ഇരിക്കാൻ കഴിയുമ്പോ അവൻ ഇന്ന് പകലില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്തിനാ? നിങ്ങളുടെ ചിലരുടെയെങ്കിലും ആത്മാവൊന്ന് തുറന്ന് യേശുവിനെ ആത്മാവിൽ സ്വീകരിച്ചിട്ടേ ഇവിടെ വിട്ടു പോകാവൂ. ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടേ പോകാവൂ. നിങ്ങളുടെ ആമേ പഠനം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നതോ, നിങ്ങളുടെ ജോലി കിട്ടാൻ സഹായിക്കുന്നതോ അല്ല. ആമേ ഇന്ന് പകൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും ആ കർത്താവിന്റെ മുഖത്ത് നോക്കി, നീയാണ് എന്റെ രാജാവ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരത വേണമെങ്കിൽ ഒറ്റ കാര്യം, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നു, നിങ്ങൾ ഉപവസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം ധന്യമാകും. ഒറ്റ കാര്യം, ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, കർത്തൃത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിര സംവിധാനമായി നിൽക്കണം. ഹല്ലേലൂയ, ആമേൻ. അതൊരു സെറ്റിൽഡ് തിങ്സ് ആയി. ആമേൻ. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഒരുവന്റെ ജീവിതത്തിൽ നിന്നാൽ അവൻ ആളുമാറിയവനെ പോലെ ആകുകയാ. ആമേൻ. 365 ദിവസവും അവന്റെ മുഖത്ത് നോക്കി പറയണം, യു ആർ മൈ കിങ്, നീയാണ് എന്റെ രാജാവ്. അങ്ങനെ നിങ്ങൾക്ക് ആ കർത്താവിന്റെ ലോഡ്ഷിപ്പിനകത്ത്, യേശുവിന്റെ ലോഡ്ഷിപ്പിനകത്ത്, കർത്തൃത്വത്തിനകത്തൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ആളുമാറിയതേ പോലെ ആയിത്തീരും. ആമേൻ. നിങ്ങളിലൂടെ ആത്മശക്തി വ്യാപരിക്കപ്പെടും, നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്, കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ജോർജ് മുള്ളർമാർ എഴുന്നേൽക്കണം, ഞങ്ങളുടെ ഇടയിൽ നിന്ന് DL മോഡിമാർ എഴുന്നേൽക്കണം, സ്പർജന്മാർ എഴുന്നേൽക്കണം, ഡേവിഡ് ലിവിങ്സ്റ്റൺമാർ എഴുന്നേൽക്കണം, വില്യം കേറിമാർ എഴുന്നേൽക്കണം. എന്റെ സഭയിൽ നിന്ന് ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതേതെങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തിലല്ല, ആത്മാവ് നിങ്ങൾ യേശുവിനെ അറിയണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ രാവിലത്തെ സെക്ഷനിൽ ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എന്നോട് ഒന്ന് സംസാരിക്കണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ. രണ്ടാമത്തെ ചോദ്യം പത്രോസിനോട് കർത്താവ് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം, സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. അത് പത്രോസിനോട് കർത്താവ് ചോദിച്ചേ. ആ ചോദ്യം എങ്ങനെയാ? എന്നോട് കൂടെ ഉണർന്ന്
ഒരു നാഴിക ഒന്നിരിക്കാവോ? നോക്കി, അതിനു മുമ്പ് അത് മനസ്സിലാക്കണം. പത്രോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം. കർത്താവെ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. എന്റെ ഒന്നും കൂടെ കയറി, നമ്മളെ പോലെ ഭയങ്കര ആവേശമായിരുന്നു പത്രോസിന്. ഒന്നും കൂടെ കയറി പറയാ, നീ തടവിൽ പോയാൽ ഞാൻ ആ തടവിൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവിന് വാക്ക് കൊടുക്കുക. നീ പ്രിസണിനകത്താണ്, നീ തടവറയ്ക്കകത്താണ്, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ കർത്താവ് പറയുക, എൻ്റെ കൂടെ നീ തടവറയിലൊന്നും വരണ്ട, എൻ്റെ കൂടെ തടവറയിലൊന്നും വരണ്ട. ഒരു നാഴിക പ്രാർത്ഥനയിൽ എന്നോടൊന്ന് ഇരിക്കാൻ പറ്റുമോ? കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ വരാം. നീ തടവറയിലായ ഞാൻ അവിടെ കാണും. നിന്നെ ഇനി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയാലും ഞാൻ നിന്റെ കൂടെ കാണും എന്ന് വാക്ക് കൊടുത്തവനോട് കർത്താവ് പറയുക, നീ അവിടെ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഉണർന്ന് എന്നോടുകൂടി ഒരു നാഴിക നിൽക്കാൻ പറ്റുമോ? ദൈവമക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ പറയട്ടെ, ആത്മജീവിതത്തിൽ സ്ഥിരത പ്രാപിക്കുന്നത് പ്രസംഗപീഠത്തിലല്ല. ആത്മീയജീവിതത്തിലെ സ്ഥിരത പ്രാപിക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് യേശുവിനോട് കൂടെ സമയം ചെലവഴിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ആത്മീയ ജീവിതത്തിന് കുറുക്ക് വഴിയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. സ്പെൻഡ് യുവർ ടൈം വിത്ത് ജീസസ്. യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കാത്ത ആർക്കും ദൈവകരങ്ങളിൽ സമയം ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നിങ്ങളുടെ അസ്ഥിരതയെ മാറ്റി ഹല്ലേലൂയ ഒരു സ്ഥിരതയുള്ള ആത്മീയ ജീവിതത്തിന് ദൈവം നിങ്ങളെ നയിക്കും. ഈ പകൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. എന്തിനാ നമ്മൾ പ്രാർത്ഥനാ സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം ചിലവിടേണ്ടിയത്? നമ്മുടെ ആവശ്യങ്ങൾ പറയാനാണോ? നമ്മുടെ പരീക്ഷയിൽ നമ്മെ സഹായിക്കണമെന്ന് പറയാനാണോ? അല്ല. നമ്മുടെ പ്രാർത്ഥനാ സമയം നമ്മെ ഏറ്റവും കൂടുതൽ ചെലവിടേണ്ടത് കർത്താവിനോടുള്ള നമ്മുടെ വിധേയത്വത്തെ പുതുക്കാനാ, കർത്താവിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റിനെ പുതുക്കാനാ. റിന്യൂ യുവർ കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ ദൈവത്തോടുള്ള വിധേയത്വത്തെ പുലർത്താനാ. ആക്സിലറേറ്റ് യുവർ ഒബീഡിയൻസ്. നിങ്ങളുടെ അനുസരണത്തെ വർദ്ധിപ്പിക്കാനാ. കൺഫസ് യുവർ ടോട്ടൽ ഡിപ്രാവിറ്റി. യേശു മാത്രമാണ് എന്റെ ആശ്രയമെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ളതാ നമ്മുടെ ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്കിലേക്ക് വരട്ടെ. ഇത് പത്രോസിനോട് മാത്രമായിട്ടാണ് കർത്താവ് ചോദിച്ചേ. അത് കിടക്കുന്നത് യോഹന്നാൻ 21-ാം അധ്യായത്തില. ഇങ്ങനെ കർത്താവ് ചോദിച്ചേ. ഞാൻ പറഞ്ഞു, പത്രോസിനോട് ചോദിച്ച 3 ചോദ്യങ്ങളാ ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ആ ചോദ്യം ഇങ്ങനെ മാറ്റുക. എന്തായിരിക്കും അതിന്റെ അർത്ഥം? സ്നേഹിക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് കർത്താവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നീ ഇവയിലധികമായി. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആമേൻ, കർത്താവ് ഉയർത്തു ഉറപ്പ് കൊടുത്തതാ പത്രോസിന്. എന്നിട്ടും പത്രോസ് പിന്മാറിപ്പോയി. ഹല്ലേലൂയ. തന്റെ ഒരു കൺവേർട്ട് സോണിലേക്ക്, കാരണം കർത്താവ് ഉയർത്തു എന്ന് താൻ മനസ്സിലാക്കിയത് യെരൂശലേമില. പക്ഷെ അടുത്ത അധ്യായം നമ്മൾ വായിക്കുന്ന അവനങ്ങ് ഗലീലയിൽ അവന്റെ പഴയ കൂട്ടുകാരുടെ ഇടയിൽ, പഴയ തൊഴിലിൽ, പഴയ സ്ഥലത്ത് അവന്റെ ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ ഉള്ള ഒരു കംഫോർട്ട് സോണിലേക്കാണ് ഇപ്പൊ പത്രോസ് പോയി നിൽക്കുന്നത്. കർത്താവ് അവിടെ ചെന്ന് ചോദിക്കുക, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം. നിങ്ങൾ ഇസ്രായേലിലെ മരുഭൂമി യാത്രയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവർക്ക് വെള്ളം കിട്ടാതെ അവർ ഭാരപ്പെട്ട ചില ദിവസങ്ങളുണ്ടായിരുന്നു. അവർ നിലവിളിച്ചു. ദൈവം അവരോട് മനസ്സറിഞ്ഞോ, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. പാറ അവർക്ക് ഒത്തിരി വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചാൽ തൃപ്തിയായി. പക്ഷെ അതിൻ്റെ പിമ്പിൽ കർത്താവ് ആഗ്രഹിച്ചൊരു കാര്യം എന്തായിരുന്നെന്ന് പൗലോസ് പറയുന്നുണ്ട്. വെള്ളത്തിനല്ല പ്രാധാന്യം, അതിൻ്റെ പിമ്പിൽ ആരുണ്ട്? പാറയായ ആ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ആ പാറ ആരാണ്? അവർ മന്ന കഴിച്ചില്ലേ? അവർ മന്ന കഴിച്ചു. പക്ഷെ കർത്താവിന് പറയാ, യഥാർത്ഥ മന്ന ആരാ? ഞാൻ പഴയ നിയമം അങ്ങ് വിടുക, പുതിയ നിയമത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. നമ്മളൊക്കെ പറയും നമുക്ക് വീണ്ടെടുത്തവരാണെന്ന്.
ആ വീണ്ടെടുപ്പിന്റെ അനുഭവമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൗലോസ് പറയുക ആ അനുഭവം മാത്രമല്ല വീണ്ടെടുപ്പ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു അവൻ നമ്മുടെ വീണ്ടെടുപ്പ്. യേശു നമുക്ക് സമാധാനം തരുന്നുണ്ട്. പക്ഷെ യേശു തരുന്ന സമാധാനം മാത്രമാണോ? എഫേസ്യർ ലേഖനം പറയുക അവൻ നമ്മുടെ സമാധാനം. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാ, നീതീകരണത്തിന്റെ അനുഭവമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നത്. എൻ്റെ അപ്പുറത്തൊരു കാര്യം കൂടെ പറയുന്നു, യേശു നമ്മുടെ നീതീകരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള സകല അനുഗ്രഹങ്ങളുടെ പുറകിൽ യേശുവിന്റെ പേഴ്സണാലിറ്റിയെ കാണാൻ നമുക്ക് ബന്ധമുള്ളത് അനുഗ്രഹങ്ങളോടല്ല, അതിന്റെ പുറകിലുള്ള യേശു എന്ന വ്യക്തിയോടാ. അതാ കർത്താവ് ചോദിക്കുന്നേ, നീ ഇവയിലൊക്കെ അധികമായിട്ട് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം, എൻ്റെ സമയം അവസാനിക്കുന്നല്ലോ, വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ വിളിച്ചത് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുന്ന കർത്താവല്ല. കർത്താവ് എന്തൊക്കെയോ ചെയ്യുന്നു, അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളിൽ കർത്താവ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളിൽ കർത്താവ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക, അതിനൊന്ന് കൂടെ നിൽക്കാനാ കർത്താവ് വിളിക്കുന്നത്. പ്രൈസല്ലോ. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എന്നെ വിളിച്ചത് സുവിശേഷ വേലയ്ക്കല്ല, എന്നെ വിളിച്ചത് അപ്പോസ്തലനാകാനല്ല, എന്നെ വിളിച്ചത് പ്രവാചകനാകാൻ ഒന്നുമല്ല. എന്നെ വിളിച്ചത് ഒറ്റ ഉദ്ദേശം, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവനെ എന്നിൽ വെളിപ്പെടുത്താൻ. അപ്പൊ വൈപ്പി അംഗങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്ന എന്തിനാ? നിങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ. നിങ്ങൾക്കൊരു അനുഗ്രഹം തരിക എന്നതിന്റെ അപ്പുറത്ത് നിങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ. അതിന് 3 കാര്യമാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചേ. ഒന്ന്, ആത്മാവിൽ അവനെ അറിയുക. കർത്താവ് ചോദിക്കുന്നു, ഹൗ ഡു യു നോ ഹു ഐ ആം? നീ എങ്ങനെ അറിഞ്ഞത്? വെറും ബുദ്ധിക്കകത്ത് മാത്രമാണോ നീ അറിഞ്ഞേ? ചില അനുഭവങ്ങൾക്കകത്താണോ? അല്ല, ആത്മാവിൽ അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ, ആരെല്ലാം കാടിളകി വന്നാലും ഈ സ്നേഹത്തിന് പോകാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, അവനോടുള്ള സ്നേഹം കൊണ്ട് കത്തിത്തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ വൈബ്രന്റ് ആയ ഒരു പേഴ്സണാലിറ്റിയാ കർത്താവ് തന്നാൽ. ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടവരല്ല ദൈവമക്കൾ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയ ഒരുവനാ നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ആമേൻ. രണ്ടാമത്തെ ചോദ്യം, എന്നോട് കൂടെ ഒരു നാഴിക. നോക്കി, ആരോടായി പറഞ്ഞേ? നിന്നോട് കൂടെ തടവറയിലാകാൻ തയ്യാറായവനോട് കർത്താവ് പറയുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരസ്യത്തിന് പോകാൻ പറ്റും, പരസ്യവും നടത്താൻ പറ്റും, ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ആരാധനയിൽ പാസ്റ്ററുടെ കൂടെ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റും, കീബോർഡ് വായിക്കാൻ പറ്റും. പക്ഷെ കർത്താവ് ചോദിക്കുന്നു, എന്നോട് കൂടെ അല്പസമയം ഒന്ന് ചെലവഴിക്കാൻ പറ്റാവോ? അതാ ദൈവം മക്കളെ നമ്മളെ അസ്ഥിരതയിൽ നിന്ന് സ്ഥിരതയിലേക്ക് കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇവയിൽ അധികമായി, ഈ പ്രാപിച്ച് കണ്ട നന്മകൾക്കൊക്കെ അപ്പുറത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ വ്യക്തിത്വത്തെ കാണാൻ പറ്റിയാൽ അമേ, നിങ്ങൾ ഒരു കാലത്തും പുറകോട്ട് പോകത്തില്ല. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഞാൻ വാക്ക് ചുരുക്കുന്നു, നമ്മുടെ ഇൻസ്റ്റെബിലിറ്റികൾ, നമ്മുടെ സകല അസ്ഥിരതകളെയും ഈ പകൽ സ്ഥിരതയാക്കി ഉറപ്പുള്ളവരാക്കി നമ്മെ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകം ഈ പന്തലിൽ ചലിക്കുന്നുണ്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാമോ? ഒരു ചെറിയ സന്ദേശമാണ് നിങ്ങളോട് പങ്കുവെച്ച്. കർത്താവേ, എൻ്റെ ഇൻസ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയിലേക്കൊന്ന് മാറുന്ന ഒരു പകൽ. ആ 5 വയസ്സുകാരൻ കുഞ്ഞ് ഞാൻ ഓർപ്പിച്ച അനുഭവം പോലെ
5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് തൻ്റെ അപ്പൻ, താൻ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്ന തൻ്റെ അപ്പന്റെ തോളിൽ കിടന്നുകൊണ്ട് പപ്പാടെ അടുത്തേക്ക് മോനെ വിടാൻ യേശുപ്പച്ചനോടൊന്ന് പ്രാർത്ഥിക്കൽ യേശുപ്പച്ചനോട് പറയുമ്പോ 5 വയസ്സുകാരൻ പറയുന്നു, നോ 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 നോ, ഐ വാണ്ട് ഗോ വിത്ത് ജീസസ്. ഒരു 5 വയസ്സുകാരൻ അത്രയും ബോധ്യം ഉണ്ടായെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സകലവരും അതിനേക്കാളും പ്രായമുള്ളവരല്ലേ? ഒരിക്കലും പിന്മാറാത്ത, ഒരിക്കലും ആരാലും ഒന്നിനാലും തോൽപ്പിക്കപ്പെടാത്ത, ആരാലും ഒന്നിനാലും അവൻ സ്വാധീനിക്കപ്പെടാത്ത ഒരു ബന്ധം യേശുവിനോട് കൂടെ. ദൈവമക്കളെ, ഈ ക്യാമ്പിന്റെ ഏക ഉദ്ദേശം അതാ. ആമേൻ. നിങ്ങൾ ഒരു ഇൻസെപ്പറബിൾ ആയ റിലേഷൻ കർത്താവിനോട് കൂടെ. അതിനെന്ത് വേണോന്നാ ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്. പത്രോസേ, നീ എങ്ങനാ എന്നെ അറിഞ്ഞത്? സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണോ? ഇത് പകൽ എത്ര പേര് എന്നോട് ചേർന്ന് ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ആത്മാവിൽ നീ എന്നോടൊന്ന് സംസാരിക്കണം. എൻ്റെ ആത്മാവിൽ ഈ പ്രസംഗപീഠത്തിൽ കേട്ട യേശുവിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ആത്മാവിൽ യേശുവിനെ അറിയാൻ, കാണാൻ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് നിങ്ങൾ എത്ര പേര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും ഇന്ന് പകൽ കണ്ണ് തുറന്ന് ഇവിടെ ഇരിക്കരുത്. എല്ലാ കണ്ണുകളും അടയുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തൊന്ന് പിടിച്ചേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രം മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രം. എല്ലാവരും ചേർന്ന് പറയാമോ? മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിൽ എന്നോട് ഇടപെടണേ. ചേർന്ന് പറഞ്ഞേ, ആത്മാവിലെന്നോട് ശബലമനഗതനേ, ആഴത്തിൽ എന്നോട് ഉള്ളങ്ങളിലേക്ക് അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതിനാൽ ഞാൻ സ്തോത്രം പറയുകയാണ്. ഇന്ന് പകൽ ചില ആത്മാവിൽ കർത്താവിന്റെ ഇടപെടൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പോ, ആരാലും ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത, ആരാലും ഒന്നിനാലും പിന്മാറ്റം സംഭവിക്കപ്പെടാത്ത, ആരാലും ഒന്നിനാലും തോൽപ്പിക്കപ്പെടാത്ത ആഴത്തിലൊരു ബന്ധം യേശുവിനോട് ചേർത്ത് ഞങ്ങളെ ചേർത്ത് കെട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ കർത്താവ് ഇന്ന് പകൽ ചില കുഞ്ഞുങ്ങളെ തൊടുന്നതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ആഴത്തിൽ അവരുടെ ആത്മാവിലേക്ക് ദൈവ സ്നേഹത്തിന്റെ ഒരു പകർച്ച ഈ പകൽ സംഭവിക്കുന്നതിനോ ശക്തിയോടെ ഓ